ഇതിനകത്ത് കുറേ പാർട്സൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ABS മൊഡ്യൂളിൽ ഡാമേജ് ആണ്. അതിൻ്റെ കാവസക്കിയിലെ വില എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു 1,17,000 രൂപ 1,20,000 എന്താണ്. അപ്പോഴാണ് ഈ എന്തിലേക്കാണ് എടുത്ത് കേടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഡുക്കാട്ടി എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഈ ചാനൽ എന്താവും, ഇനി എങ്ങോട്ടാണ് ഈ ചാനൽ പോകുന്നത്, നമ്മൾ പൂട്ടണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ചെയ്തിരുന്നത്. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ 2023 ഈ പ്രശ്നങ്ങൾ മൊത്തം സംഭവിക്കുന്നതും വെരി ഡിഫിക്കൽട്ട് ടൈം, ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും സ്ട്രെസ്ഫുൾ. അപ്പം ഇതിൽ നിന്ന് എന്തായാലും പുറത്തിറങ്ങണം. നമ്മൾ എപ്പോഴും ഈ ഒരു ഡിപ്രഷൻ മോഡിലോ അല്ലെങ്കിൽ ഇപ്പം നെഗറ്റീവ് മോഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലൈഫ് മുമ്പോട്ട് പോകത്തല്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ 2024 ന്യൂ ഇയറിനന്ന് ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരുന്നത്. അതായത് എനിക്കൊരു ന്യൂ സ്റ്റാർട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ന്യൂ ബിഗിനിങ്, ഐ റിയലി വാണ്ട് ദാറ്റ്, ഒരു റീസെറ്റ് ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ ദിവസം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ ബൂസ ബോയ് എന്നറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റാഗ്രാമറുണ്ട്. പണ്ട് മുതൽ സൂപ്പർ ബൈക്ക് യൂസ് ചെയ്തിട്ടിരുന്ന, എന്നാൽ വളരെ ജെനുവിനായിട്ട് ബൈക്കുകളെ പ്രേമിക്കുന്ന ഒരാളാണ് ബൂസ ബോയ്. ആളുടെ പേര് അനുപം എന്നാണ്. മൈ ക്ലോസ് ഫ്രണ്ട്. ഞങ്ങൾ 2-3 വർഷമായിട്ട് ബൈക്ക് രീതിയിൽ പരിചയപ്പെട്ടതാണ്. എന്നാൽ വളരെ നല്ല ആശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ടും ബൈക്കുകളെ കുറിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാനായിട്ട് ഞങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് അനുപം ബ്രോ ഇതുപോലെ എന്നെ വിളിച്ചിട്ടുണ്ട്. രാത്രി ആയപ്പോഴത്തേക്കും വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടു, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട, അടുക്കടി കാര്യങ്ങളൊക്കെ സെറ്റാവും, സെറ്റ് ബാക്സ് വരും, നീ അതിൽ വിഷമിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞു. ഇല്ല ബ്രോ, ഞാൻ എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. അപ്പം എനിക്കിങ്ങനെ ഇതുപോലെ റീബിൽഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇതുപോലെ പോയ വണ്ടികൾ വെച്ചാൽ വണ്ടി ഇടിച്ചിട്ട് ക്രാഷ് ചെയ്തോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ മൈനർ ഡാമേജ് ഒക്കെ വന്നിട്ട് ആൾക്കാർ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന വണ്ടികളൊക്കെ എടുത്തിട്ട് പണി എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഇത് ആക്ച്വലി വളരെ വർഷങ്ങൾക്ക് മുന്നേ എനിക്കുണ്ടായിരുന്നൊരു ഇൻട്രസ്റ്റ് ആണ്. 2020 സമയം കോവിഡ് ടൈമിൽ ഇതുപോലെ ഞാൻ ഒരു ഡേറ്റോണ് നോക്കിയിരുന്നു. ഇതുപോലെ ബാംഗ്ലൂർ ഒരാൾ കോണ്ടാക്ട് തന്നിരുന്നു. ഇതാളുടെ വണ്ടി എടുത്തിട്ട് 9ാമത്തെ ദിവസം വണ്ടി പോയി ക്രാഷ് ആയി, ടോട്ടൽ ലോസ് ആയി. പക്ഷെ അന്നേരത്തെ എന്തോ ഇഷ്യൂ കാരണം ഇൻഷുറൻസ് ക്ലെയിം ആവാൻ പറ്റിയിട്ടുണ്ടായില്ല. പുള്ളി അതിൻ്റെ ഓണർ ആക്ച്വലി കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും ഹീ കോട്ടഡ് റിയലി ഹൈ പ്രൈസ്, വളരെ മാർക്കറ്റ് വാല്യൂക്കാരും വളരെ കൂടുതൽ പൈസയാണ് പുള്ളി കോട്ട് ചെയ്തത്. മാത്രമല്ല 2 വർഷമായിട്ട് ട്രയംഫ് ഇരിക്കുന്ന വണ്ടിയാണ്. അപ്പം കുറേ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മിസ്സിങ് ആയേക്കാം അല്ലെങ്കിൽ മിസ്പ്ലേസ് ആയേക്കാം. അപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്തൊക്കെ കൂടുതൽ പൈസയാവും അത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ 2021 എൻ്റെ കൂട്ടുകാരൻ വിഷ്ണു, ആളുടെ സ്റ്റോറി ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. ആളുടെ ഒരു V4 ഉണ്ടായിരുന്നു 2018 വണ്ടി. പുള്ളിയും ഇതുപോലെ ഒരു ചെറിയൊരു ക്രാഷ് ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി വണ്ടി വിൽക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടായി. അപ്പോൾ ഞാനിതുപോലെ കാവാസക്കിയിലെ അന്നേരം സർവീസ് മാനേജറായിരുന്ന രാകേഷ് ബ്രോനെ, അൺലീഡ് ജി ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിയുടെ ഐഡിയ ആണ്. അൺലീഡ് ജി ആയിട്ട് ഞാൻ ഡുക്കാട്ടി ബാംഗ്ലൂർ പോയി ഈ വണ്ടി കാണുകയും അസസ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ പ്ലാനൊക്കെ അയക്കിയിരുന്നു. പക്ഷെ അതും പല കാരണങ്ങളാൽ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഒന്ന് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് ജോബ് സ്വിച്ച് ചെയ്യുന്ന ടൈമായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ പ്ലാനും ഡ്രോപ്പായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എന്തായാലും ഡുക്കാട്ടി എടുത്തിട്ടിങ്ങനെ ഇപ്പം V4 എടുത്തിട്ട് ഇതുപോലെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഫണ്ടെല്ലാം അവിടെ സ്റ്റക്കാണ്. അപ്പോൾ എന്തായാലും ഒരു ബ്രാൻഡ് ന്യൂ ബൈക്ക് എടുത്തിട്ട് എനിക്ക് തിരിച്ചു വരാനൊന്നും ഉള്ളൊരു സിറ്റുവേഷനില്ല ഞാൻ. സോ ബൈക്കിംഗ് എന്ന് പറഞ്ഞത് എൻ്റെ പാഷനാണ്. അപ്പം അത് ഫണ്ട് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അത് ഞാൻ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ ഇരിക്കെ എന്തായാലും പുതിയൊരു വണ്ടിയെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടി പോലും എനിക്ക് എന്തായാലും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ എനിക്ക് ബൈക്കിങ്ങിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട്. എനിക്ക് ഈ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ബ്ലോക്ക് മറികടക്കണം എന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇപ്പം അനുപം പ്രോ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അനുപം പ്രോ എനിക്കിതുപോലെ വണ്ടി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ക്രാഷ് വണ്ടിയിൽ ഞാൻ പലതും കാണുന്നുണ്ട്, പക്ഷെ എന്തായാലും നമുക്കൊന്നും നല്ല ക്ലീൻ ഹിസ്റ്ററി ആയിട്ടുള്ള വണ്ടികളൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ പല പ്രാവശ്യമായിട്ടും കഴിഞ്ഞ 2020 എൻ്റെ ആയപ്പോഴത്തേക്കും കാവസക്കി കൊച്ചിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലൊരു 10RR ക്രാഷായിട്ട് മാസങ്ങളോളം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ ഇതുപോലെ കാവസക്കിയിലൊക്കെ വണ്ടി ഇരിക്കുന്നത് കണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഓണറുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല.
അപ്പം എനിക്ക് കോൺടാക്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു. എടാ അവിടെ ഇരിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, 2020 ഇതുപോലെ ക്രാഷ് ആയൊരു വണ്ടിയാണ്. പുള്ളിക്ക് പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കണം. പുള്ളി റീബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ 2-3 വർഷമായി ഇപ്പം പുള്ളി ചെയ്യുന്നില്ല. ചിലപ്പം ചോദിച്ചാൽ കിട്ടിയേക്കാം. ഞാൻ സംസാരിച്ചിട്ട് നിന്നെ നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ 2-ാം തീയതി വൈകുന്നേരം ആയപ്പോഴത്തേക്കും അനുപം ബ്രോ നേരെ വിളിച്ചിട്ട് പറയുന്നു, എടാ ഞാൻ ഓണർ അടുത്ത് സംസാരിച്ചായിരുന്നു. സോ ഹീസ് ഇൻട്രസ്റ്റഡ്. പുള്ളിക്ക് ഇതും എത്ര നാളായിട്ട് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. പുള്ളിക്ക് എന്തായാലും ഇത് കൊടുത്തു ഒഴിയാൻ താല്പര്യമുണ്ട്. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ എടുക്കുക, സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആനന്ദിൻ്റെ കോൺടാക്ട് തന്നു. ആനന്ദാണ് ഈ 10RRൻ്റെ ഓണർ. അപ്പം ആനന്ദമായിട്ട് സംസാരിക്കുന്നു. ഓരോ വണ്ടി വിൽക്കാൻ താല്പര്യമുണ്ട്. അപ്പം ഞങ്ങൾ ഞാൻ ഇതുപോലെ കാവസക്കി കൊച്ചിയിലാണ്. അപ്പം രാകേഷ് ഏട്ടൻ വർക്ക് ചെയ്യുന്നത്, രാകേഷ് അനലീസി. അപ്പം പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റായി. അപ്പോൾ രാജേഷേട്ടൻ ചോദിച്ചു, രാജേഷേട്ടൻ ഇതിന് എത്ര എസ്റ്റിമേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ഇറങ്ങും എന്നുള്ള എസ്റ്റിമേറ്റൊക്കെ രാജേഷേട്ടൻ നിന്ന് വാങ്ങി അവസാനം ആനന്ദിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇരിക്കെ ഞാൻ ആനന്ദിൻ്റെ അടുത്ത് ചോദിച്ചപ്പം എങ്ങനെയാണ് വണ്ടി ഇടിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആനന്ദ് പറഞ്ഞേ, ഇതുപോലെ ഒരു ദിവസം നോർമൽ റൈഡിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന് ഒരു ഇന്നോവ കാർ മദ്യപിച്ച് വണ്ടി ഓടിച്ചതാണ് അവർ വന്നിട്ട് നേരെ ഹെഡ് ഓൺ ആനന്ദിൻ്റെ ഇടിക്കുകയത്. അപ്പം അങ്ങനെ ആ വണ്ടി കുറേ ഡാമേജസ് വന്നിട്ടുണ്ട്. കഷ്ടകാലത്തിന് ആനന്ദ് നമ്മളിപ്പോൾ വണ്ടി പുതിയെടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിലാണ് നിൽ ഡിപ്രിസിയേഷൻ ഇൻഷുറൻസ് കിട്ടുക. അതായത് ഇപ്പോൾ എന്ത് വന്നാലും 1000-1500 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാർട്സും റീപ്ലേസ് ചെയ്ത് തരും. വണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. 5 വർഷത്തേക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് തരും. അൺഫോർച്ചുനേറ്റ്ലി 1 ഇയർ കഴിഞ്ഞതിൻ്റെ ആ ഒരു ടൈം പീരീഡിലാണ് ഈ ക്രാഷ് നടന്നത്. അപ്പോൾ എത്രയോ ദിവസങ്ങൾ ഡിലേ ആയി ഇതിൻ്റെ ന്യൂ ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അതിനിടയ്ക്കാണ് ഈ ക്രാഷ് നടന്നതും ആനന്ദിൻ്റെ ഒരു ക്രൈസിസിലായിരുന്നു. സോ അപ്പോൾ ഇൻഷുറൻസും ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതുപോലെ വണ്ടിക്ക് ഹെവി ആയിട്ട് ഡാമേജ് വന്നിട്ടുണ്ട്. ഷാജ് ക്രാക്കായി. അപ്പോൾ ഷാജ് എന്തെങ്കിലും മാറണം. വേറെ കുറേ ഫ്രെയിംസ് പോയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ്, അങ്ങനെ കുറേ ഡാമേജ് വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവർ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുകയായിരുന്നു. അപ്പോൾ ആനന്ദ് പറഞ്ഞു, എനിക്ക് വണ്ടി വിൽക്കാൻ താല്പര്യമുണ്ട്. എടാ ഇത്രയും എസ്റ്റിമേറ്റ് ആണ് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി ഷാജ് മാറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കുറേ പോലീസ് എന്താ പറയുക, പോലീസിൻ്റെ നിന്ന് പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഈ ഉള്ള ചാസി കട്ട് ചെയ്തിട്ട് ആ നമ്പർ മാറ്റിയിട്ട് വേണം പുതിയ ഇതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യണം, ഫാക്ടറിയിൽ തന്നെ ഓർഡർ ചെയ്യാനായിട്ട്. അവിടെ നിന്ന് ഈ പുതിയ പഴയ ചാസി നമ്പർ തന്നെ ഇവർ പഞ്ച് ചെയ്തിട്ടാണ് കാവാസക്കിലേക്ക് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ചാസി നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മളൊരു പ്രൈസിലേക്ക് എത്താറായപ്പോഴത്തേക്കും 3 വർഷമായിട്ട് കാവാസക്കിൽ ഈ വണ്ടി ഇരിക്കുന്നതാണ്. ഇപ്പം ഇന്നേ വരെ ആരും ആനന്ദിനെ ഈ വണ്ടിക്ക് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാനിതിലേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാർ അവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പല സ്ഥലത്തു നിന്നും ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ബട്ട് അറ്റ് ദ എൻഡ് ആനന്ദോട് പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് പോയിട്ട് ആനന്ദിന് എൻ്റെ കേസ് ജെന്യുവനായിട്ടും ഞാൻ ട്രൂ ബൈക്കറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആനന്ദ് പറഞ്ഞു ഞാൻ വണ്ടി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു പ്രൈസ് എഗ്രി ചെയ്ത് ഞങ്ങൾ ഡീൽ ഉറപ്പിച്ചു. അങ്ങനെ അടുത്ത ആഴ്ച തന്നെ ഞാൻ വീണ്ടും കാവാസക്കിൽ പോയി സ്വന്തമായിട്ടുള്ള വണ്ടി, ഒരു സ്കെലിറ്റൻ മാത്രം, ഒരു സൈഡിൽ 2 സൈഡിലും ലെഫ്റ്റ് ഹാൻഡിൽ തന്നെ തിരിച്ചു വെച്ചിട്ടൊക്കെയാണ് വണ്ടി ഇരിക്കുന്നത്. എൻ്റെ കണ്ടുകഴിഞ്ഞ ബൈക്കെന്ന് പറയത്തില്ല. പക്ഷേ എന്തോ ഇത്രയും മാസങ്ങളായിട്ട് ഞാൻ എല്ലാ പ്രാവശ്യം കാവാസക്കിൽ കാണുന്ന വണ്ടി ഇപ്പം എൻ്റേതായിട്ടുള്ള വണ്ടി. ദാറ്റ് ഫീലിംഗ് വാസ് റിയലി പ്രൈസ്ലെസ്. അങ്ങനെ വണ്ടി അവസാനം എനിക്ക് കിട്ടി. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ പാർട്സാണ് വേണ്ടത്, എന്തൊക്കെയാണ് കാവാസക്കിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ലിസ്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എസ്റ്റിമേറ്റ് ഇടാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എന്തൊക്കെ പല ബോക്സസിലായിട്ടാണ് ഇതിൻ്റെ പാർട്സ് എല്ലാം ഇരിക്കുന്നത്. ആക്ച്വലി അതിൻ്റെ ഷാസിയുണ്ട്, എഞ്ചിൻ വേറെ സൈഡിൽ, സീറ്റും ബാക്കി സബ് ഫ്രെയിമും എല്ലാം വേറെ സൈഡിൽ, ഒന്നും ഫിറ്റഡ് അല്ല. അപ്പം ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ബോക്സായിട്ട് നമ്മൾ എടുത്ത് ലിസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറേ പാർട്സൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ABS മൊഡ്യൂളിൽ ഡാമേജ്ഡാണ്. അതിൻ്റെ കാവാസക്കിയിലെ വില എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു 1,17,000 രൂപ, 1,20,000 രൂപ എന്താണ്. അപ്പോഴാണ് ഈ എന്തിലേക്കാണ് എടുത്ത് കേടിയേക്കുന്നതിൻ്റെ എന്നുള്ളതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നത്. ഒരു ചെറിയ ഇത്രയുള്ള സാധനത്ത് ഒരു മോട്ടർ, ABS മോട്ടറിന് 1.5 ലക്ഷം രൂപ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ വലിയ പാർട്സും ഫ്രെയിം എല്ലാം വന്നപ്പോൾ എത്ര പൈസയാണ്. അപ്പോഴേ ശരിക്കും ഇതിൻ്റെ ആ ഒരു ഡെപ്തും അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി എല്ലാം എനിക്ക് മനസ്സിലാവുന്നു. അപ്പം അങ്ങനെ അടുത്ത ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് പാർട്സ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ജെനുവിൻ OEM ആണ് നമ്മളിപ്പം സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നതിന് വേണ്ടിയാണ്. അപ്പം ജെനുവിൻ OEM പാർട്സ് തന്നെ ഇടണം. അപ്പോൾ കാവാസക്കി എന്ന് പറയുന്നത് ഇത്ര പൈസ ആവാൻ നമുക്ക് പുറത്ത് എവിടെ സെക്കൻഡ് പാർട്സ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പാർട്സ് കിട്ടുമോ. ഇതെല്ലാം അടുത്ത ചലഞ്ചസ്. ഇതെല്ലാമാണ് ഈ ഒരു റീബിൽഡ് സീരീസിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എനിക്ക് റീബിൽഡ് സീരീസസ് വളരെ ഇഷ്ടമാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്
ജാരഡ് കെംപീസി, US പുള്ളിയാണ്. പുള്ളിയുടെ ഞാൻ ഡുക്കാട്ടി ഫസ്റ്റ് 959 വാങ്ങുന്ന സമയത്ത് പുള്ളി റീബിൽഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്, 2019-18 എന്തോ. പുള്ളിയുടെ വലിയ ഫാനാണ്. ഇതുപോലെ തന്നെ ടവാറിഷിൻ്റെ ബിൽഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ലാംബോഗിനീസ്, പിന്നെ മറ്റേ മെക്ലാരൻ P1 ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു മെക്ലാരൻ P1 ഒക്കെ എടുത്തിട്ട് റീബിൽഡ് ചെയ്ത ആളാണ്. അപ്പം ഈ ഒരു ഇൻസ്പിറേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ 10RR എടുക്കുന്നതും. ഇത്ര നല്ല ക്ലീൻ ഹിസ്റ്ററി, ആർക്കൊന്നും പറ്റിയിട്ടില്ല വണ്ടിയിൽ, എന്നാൽ ഇൻഷുറൻസ് ക്ലെയിം ഇല്ല, RC ക്യാൻസൽ ആയിട്ടില്ല. സോ ഇറ്റ്സ് എ ക്ലീൻ ബൈക്ക് ആൻഡ് വിത്ത് എ റിയലി ഗുഡ് ആൻഡ് സാഡ് ഹിസ്റ്ററി. സോ ദാറ്റ്സ് ദ ഫ്യൂച്ചർ ഓഫ് ദിസ് ചാനൽ. ഇനി വരുന്ന അപ്കമിങ് എപ്പിസോഡ്സിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ 10RR എങ്ങനെ റീബിൽഡ് ചെയ്യുന്നു, പ്ലസ് കുറച്ച് എക്സോട്ടിക് കസ്റ്റമൈസേഷൻസ്. ഇന്ത്യയിൽ അങ്ങനെ അധികം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുപോലത്തെ എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോട്ടിക് കണ്ടന്റ്സ് ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ബിൽഡിന് വേണ്ടിയിട്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഈ ബിൽഡ് പോസിബിൾ ആവാൻ കാരണം എൻ്റെ ലൈഫിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ്. അവരിലായിരുന്നെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് ഞാൻ എത്തത്തുമില്ല. സോ അവർക്ക് വേണ്ടി ഈ ഫസ്റ്റ് എപ്പിസോഡ് ആൻഡ് ദിസ് എൻറ്റയർ ബിൽഡ് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ കെവിൻ ബ്രോ, സ്ട്രെൽ, ജിതേഷ് ബ്രോ, മിഥുൻ, ക്യാപ്റ്റൻ ബൂസർ, ആൻഡ് എൻ്റെ കസിൻ ജേക്കബ്, ക്രിസ്റ്റൽ, മൈ ഫ്രണ്ട്സ് ഏലിയാസ്, ഹിലാരി, ആൽബി ആൻഡ് മൈ എൻറ്റയർ ഫാമിലി. ഇവരുടെ അടുത്തൊക്കെ എനിക്ക് തീരാത്ത കടപ്പാടാണുള്ളത്. വളരെ ടഫ് ടൈംസ് ആയിരുന്നു എന്നെ ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത്, എന്നെ പുഷ് ചെയ്ത്, എൻ്റെ കേപ്പബിലിറ്റീസ് എന്നെ തന്നെ മനസ്സിലാക്കി എന്നെ ഇതിൽ നിന്നൊക്കെ കരകയറ്റാൻ അവർ കുറേ ഹെൽപ്പ് ചെയ്തു. സോ ദിസ് ഈസ് ദ ലീസ്റ്റ് ഐ ക്യാൻ ഡു ഇൻ റിട്ടേൺ. സോ റിയലി താങ്ക് യു ഗൈസ്.